Hello guys, welcome back to another video. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെയാണ് കുറേ കാലം കൊണ്ടുള്ള ഒരു കോൺട്രോവേഴ്സിയാണ് ഗൈസ്. AMD വേഴ്സസ് ഇന്റൽ ഏതാണ് നല്ലത്, AMD എടുക്കണോ ഇന്റൽ എടുക്കണോ എന്നീ കാര്യങ്ങളെ പറ്റി വലിയ ഫേമസ് യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വീഡിയോ അതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ AMD വേഴ്സസ് ഇന്റൽ അല്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂവേഴ്സും വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട് AMD ലാസ്റ്റ് ചെയ്യില്ല, ഇന്റൽ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ, അങ്ങനെയാണോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ ഇനി AMD ഈ പറയുന്ന ഒരു ബബിള് പോലെയാണോ, അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ടാകുമോ എന്ന കുറേ ഡൗട്ട്സുകൾ പലർക്കും ഉണ്ട്. അതിലെന്തുമാത്രം വാസ്തവമുണ്ട്? ഈ യൂട്യൂബേഴ്സും മറ്റുള്ള ടെക് യൂട്യൂബേഴ്സ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? So, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Without wasting much time, this is Prashant Davi with Brother V. Simon and you're watching GeekBoZ TV. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ AMDനെയും ഇന്റലിനെയും ഒന്ന് സ്ക്രൂട്ടിനി ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഇതിന് രണ്ടും തമ്മിൽ ആദ്യത്തെ ഒരു വ്യത്യാസം ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോവാം. ആക്ച്വലി AMD ഇറങ്ങിയ സമയത്ത് AMDയുടെ റൈസൻ സീരീസ്, AMDക്ക് പണ്ടത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അത്തലോൺ, ഫെനോം, സെംബ്രോൺ എന്നീ സീരീസ്, അതുകൂടാതെ ബുൾഡോസർ സീരീസ് എന്നീ കുറേ കാറ്റഗറിയിലായിരുന്നു AMD പണ്ടൊക്കെ പ്രൊസസ്സർ ഇറക്കിക്കൊണ്ടിരുന്നത്. പണ്ട് ഞാൻ എന്ന് ഉദ്ദേശിച്ചത് നിയർലി ഒരു 7-8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അത്രയും പ്രോസസ്സേഴ്സും കാര്യങ്ങളും ഇറക്കിയപ്പോൾ ഇന്റലിൻ്റെ ഒരു മാർക്കറ്റ് ഷെയറും വെച്ച് അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് AMD ഭയങ്കര ലോസ് ഫേസ് ചെയ്തത്. എന്നിട്ടും തളർന്നു പോകാതെ AMDക്കാർ അവരുടേതായ ബ്രില്യൻസും കുറേ വർഷത്തെ റിസർച്ചും കൊണ്ട് അവർ ഇറക്കിയ ഒരു സീരീസാണ് റൈസൻ. 2017 നമ്മൾ ഈ റൈസൻ സീരീസ് ആക്ച്വലി ഇറങ്ങുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലൊക്കെ അവൈലബിലിറ്റി ആയി വരുന്ന ഒരു സമയമായിരുന്നു 2017. എന്നിരുന്നാലും കേരളത്തിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റൽ അല്ലാതെ AMDനെ പ്രൊമോട്ട് ചെയ്തിരുന്നൊരു കാലഘട്ടം 2018 തൊട്ടൊക്കെ ആയിരുന്നു. 17 അങ്ങനെ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് AMDയുടെ പ്രൊസസ്സേഴ്സ് ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസ് വരുമായിരുന്നു. അതുകൂടാതെ കംപ്ലയിൻസ്, പ്രൊസസ്സറിന് പോലും കംപ്ലയിൻറ്റ് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ മദർ ബോർഡ്സ് ഭയങ്കര അവൈലബിലിറ്റിയുടെ ഒരു ഷോർട്ടേജും കിട്ടാറില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നീ കാര്യങ്ങൾ കൊണ്ട് പണ്ട് തൊട്ടുള്ളൊരു ട്രഡീഷണൽ ബിലീഫ് മാത്രമാണ് എന്താന്ന് പറയുന്നത്, ഇന്റലാണ് ബെറ്റർ, AMD കൊള്ളില്ല എന്നൊരു ട്രഡീഷണൽ ബിലീഫ് ഉണ്ട്. ഈ ഒരു കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് കേരളത്തിൽ നല്ല എല്ലായിടത്തുള്ള ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ. അതിൽ ഗെയിമേഴ്സ്, എഡിറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സെല്ലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു ചീത്തപ്പേര് മാറി വരണമെങ്കിൽ കുറേ ടൈം എടുക്കും. ആ ഒരു സമയത്താണ് റൈസൻ സീരീസ് ആക്ച്വലി ലോഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊരു പ്രോസസ്സർ ആയിക്കോട്ടെ അതിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, അത് ഹീറ്റ് ആകും. ആ ഹീറ്റ് കറക്റ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മൾ പ്രോപ്പർലി സർവീസ് ചെയ്ത ഒരു സിസ്റ്റം ആണെങ്കിലോ, ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ കാറുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ എന്ത് സാധനമായാലും നിങ്ങൾ റെഗുലർലി നല്ല രീതിയിൽ അത് സോഴ്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ, നല്ല രീതിയിൽ വൃത്തിയാക്കി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോസസ്സറിനും ലൈഫ് അങ്ങനെ ഒരു കുറവ് ഉണ്ടാവില്ല. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. അതിനൊരു തെളിവാണ് GeekBoZൽ നമ്മൾ ഡെമോ വെച്ചിരിക്കുന്ന സിസ്റ്റംസ് പോലും AMD Ryzen 7 2700Xലാണ്. ഇത്രയും വർഷമായി, 2 വർഷമായി ഇതുവരെ ഒരു ഫ്രെയിം ഡ്രോപ്സോ ഒരു ലാഗോ ഒരിക്കൽ പോലും ഓഫ് ആവാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി നോർമലി നിങ്ങൾ കേട്ട കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് AMD ഇന്റൽ ആണോ നല്ലതെന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം, ആ ലിങ്ക് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, പല ടെക് യൂട്യൂബേഴ്സിനും ഗെയിമിങ്ങിനെ പറ്റി അറിയാമായിരിക്കും, പക്ഷേ മൊബൈൽ ഗെയിമിങ്ങിലുപരി PC ഗെയിമിങ്ങിലോട്ട് എൻ്റർ ആയാൽ ഉടനെ ഇപ്പോൾ AMD കൊള്ളില്ല, ഇന്റൽ മാത്രമാണ് കൊള്ളാവുന്നത് എന്ന് പറയുന്നതിനോട് യാതൊരു രീതിയിലും ഒരു ടെക് യൂട്യൂബറായ ഞാനോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി PC ബിൽഡിങ്ങിനെ പറ്റി നല്ല രീതിയിൽ അറിയാവുന്ന കുറേ എക്സ്പേർട്സ് ഈ മാർക്കറ്റിലുണ്ട്, ഈ ഫീൽഡിലുണ്ട്. ലൈനസ് ടെക് ടിപ്സ്, സ്റ്റീവ്, അങ്ങനെ ഇഷ്ടം പോലെ, ഗെയിമർ നെക്സസ്, എല്ലാവരും ആക്ച്വലി ഭയങ്കര എന്താ പറയുക, സമയമെടുത്താണ് ഓരോ റിവ്യൂസും ബെഞ്ച് മാർക്കും റിവ്യൂസും നിങ്ങൾക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഇഷ്ടം പോലെ വീഡിയോസാണ് കാണുന്നത്. ഇനി വീഡിയോസ് ചെയ്യാതെ ഇരിക്കുന്ന മലയാളികൾ പോലും ഈ ഒരു ടോപ്പിക് വെച്ച് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്,
ഒരിക്കലും ഒരു ഫീൽഡിലോട്ട് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് AMD ആണ് കൊള്ളാവുന്നത്, ഐ മീൻ ഇന്റൽ ആണ് കൊള്ളാവുന്നത്, AMD കൊള്ളില്ല എന്ന് പറയുന്നതിനോട് ഇറ്റ്സ് എ ഫ്ലോപ്പ്. ആക്ച്വലി ഒരു ഇതുപോലെയാണ്, ഒരു എന്താ പറയുക, പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിന് തുല്യമായിപ്പോവും. അതുകൊണ്ടാണ് ഞാനൊരിക്കലും ഏതാണ് നല്ലത് എന്നുള്ളത്, ഏതാണ് കൊള്ളില്ല എന്നുള്ളത് അല്ല ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. AMD ലാസ്റ്റ് ചെയ്യുമോ, കുറേ കാലം കണ്ട് നമുക്ക് പെർഫോമൻസിൽ ഡ്രോപ്പ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുമ്പോൾ റിലയബിൾ ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. നിങ്ങൾക്കറിയാം, ഇന്റൽ കടന്നതുപോലെ ഒരിക്കലും AMD പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ഫെനോമും FX സീരീസും ഒരുപോലെ കിടക്കത്തില്ലായിരിക്കും. പക്ഷേ റൈസൻ ഇറങ്ങിയിട്ട് ഇന്നേ വരെ ഒരു നെഗറ്റീവ് ഇഷ്യൂസും വലുതായിട്ട് വരുന്നില്ല. ഫസ്റ്റ് ജനറേഷൻ്റെ ചെറിയ മൈന്യൂട്ട് ബഗ്സും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സെക്കൻഡ് ജനറേഷൻ ഓൺവേർഡ്, സെക്കൻഡ്, തേർഡ്, ഇപ്പോൾ ഫോർത്ത്, ഫിഫ്ത്ത് 5000 എന്നൊക്കെ പറയുന്നത് ഇന്റലിനെ വെട്ടത്ത് പോലും അടുപ്പിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ AMD പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഷെയർസിൻ്റെ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാന്നേ ഉള്ളൂ. ഈവൻ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാം. ഒരു ബഡ്ജറ്റ് യൂസറിലുപരി ഈവൻ പ്രൊഫഷണൽ സ്ട്രീമേഴ്സ്, ഗെയിമേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആനിമേറ്റേഴ്സ് എല്ലാവരും AMDയിലോട്ട് മാറി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ PCs എല്ലാം ഇപ്പോൾ AMDയിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ചേഞ്ച് അല്ല, ഒരു ട്രാൻസിഷൻ അല്ല, ആക്ച്വലി ഒരു അപ്ഗ്രേഡേഷൻ ആണെന്ന് തന്നെ ഞാൻ പറയും. ഇതൊരിക്കലും ഞാൻ ഈ ഒരു കാര്യം AMDനെ പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് AMDക്കാരൊന്നും ചെയ്യത്തൊന്നും തരത്തില്ല, ഇന്റലും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ടെക് ചാനലാണ്, ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിലൂടെ നമ്മൾ ഇടുന്നത്. അല്ലാതെ ഒരാൾ സ്പോൺസർ ചെയ്തു ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല. അത് നിങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുള്ളൊരു കാര്യം പറയാം, AMDയുടെ 5000 വെച്ച് ഒരിക്കലും 5000 സീരീസ് വെച്ചിട്ട് ഒരിക്കലും ഇന്റലിൻ്റെ ഒരു പ്രൊസസ്സർ ലൈനപ്പും ഇതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗെയിമിംഗ് ആയിക്കോട്ടെ, സ്ട്രീമിംഗ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം ഒരു ഓൾറൗണ്ടർ പാക്കേജാണ് 5000 സീരീസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. 5000 സീരീസിലെ ലൈനപ്പിൽ ഇറങ്ങിയ പ്രോസസ്സേഴ്സ് ആണ് 5600X, 5800X, 5900X, 5950X. ഇതിൽ ലാസ്റ്റ് പറഞ്ഞ രണ്ട് പ്രോസസ്സേഴ്സ് ആക്ച്വലി മാർക്കറ്റിൽ ഭയങ്കര ഷോർട്ടേജ് ആണ്. കാരണം ഭയങ്കര ഹെവി ഡിമാൻഡാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഷോർട്ടേജസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും വൈകാതെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇതിൽ ഒരു കുറഞ്ഞ പ്രോസസ്സർ ഒന്നും 5000 ഇറങ്ങിയില്ല. ആക്ച്വലി ഇറങ്ങിയിട്ടില്ല, പക്ഷേ അധികം വൈകാതെ എന്തായാലും വരുമെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. 5600X പോലെ തന്നെ 5500X, 5500, അതേപോലെ ഇനി അതിനേക്കാളും കുറഞ്ഞ പ്രോസസ്സർ 5100 ഒക്കെ വരാമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ പറയുന്നുണ്ട്. കാരണം 5000 സീരീസിൻ്റെ എല്ലാ ഒരു ലൈനപ്പും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടില്ല. ഇനി നിങ്ങൾക്കൊരു ഡൗട്ടുള്ള വേറൊരു കാര്യമാണ്, റൈസനിൽ 4000 സീരീസ് ഉണ്ടായിരുന്നില്ലേ, അതെന്തുകൊണ്ടാണ് ഇതിൽ ലാപ്ടോപ്പിന് മാത്രം കൊടുത്തത് എന്നുള്ളതിൻ്റെ ഉത്തരവും കൂടെ ഞാൻ പറഞ്ഞു പോവാം. ആക്ച്വലി 4000 എന്നുള്ളത് ലൈനപ്പ്, 4000 ലൈനപ്പ് ഓർ റൈസൻ എന്ന് പറയുന്നത് ലാപ്ടോപ്പിന് വേണ്ടിയാണെങ്കിലും ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയും അവർ രണ്ട് പ്രോസസ്സേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ആ രണ്ട് പ്രോസസ്സർ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 4350G, ഒരെണ്ണം 4650G. 4350G എന്ന് പറയുന്നത് റൈസൻ സെക്കൻഡ് ജനറേഷൻ നമ്മുടെ 2400G അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ജനറേഷൻ 3400Gക്ക് പകരമാണ് 4350G ഇറക്കിയിരിക്കുന്നത്. നിയർലി ഒരു 1500 to 2000 പോയിന്റ്സിന്റെ ഡിഫറൻസ് ആണ് ഈ രണ്ട് പ്രോസസ്സറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ആക്ച്വലി 4000 3000നെക്കാട്ടിലും വേ ബെറ്റർ ആണ് 4350G കേട്ടോ. ഇനി അത് പക്ഷേ സീരീസ് കേൾക്കുമ്പോൾ റൈസൻ 3 ആണ്. 4350G എന്ന് പറയുന്നത് റൈസൻ 3 ആയിട്ടായിരിക്കും. പക്ഷേ കോർ കൗണ്ട്, ത്രെഡ് കൗണ്ട്, ക്യാഷ് മെമ്മറി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ 3400G നമ്മുടെ തേർഡ് ജനറേഷൻ 3400Gനെക്കാട്ടിലും ബെറ്റർ ആണ്. അല്ലെങ്കിൽ സിമിലർ ആണ്, കുറച്ച് പെർഫോമൻസ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. നമുക്കത് കഴിഞ്ഞ് 4650G നോക്കുകയാണെങ്കിൽ റൈസൻ 5 3600ക്ക് പകരം ആ ഒരു കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു APU ആണ്. ഇത് രണ്ടും APU ആണ് കേട്ടോ. ഇതൊരു സ്റ്റാൻഡ് അലോൺ പ്രോസസർ അല്ല, നമ്മുടെ സാധാരണ ഡിസ്ക്രീറ്റ് CPU അല്ല. അതായത് കാർഡ് വെക്കാതെ ആയാലും നിങ്ങൾക്ക് ഡിസ്പ്ലേ കിട്ടും. വേഗ ഗ്രാഫിക്സ് പവർ ചെയ്യുന്ന രണ്ട് പ്രോസസ്സറാണ് ഈ രണ്ടെണ്ണം. 4650G ആണെങ്കിൽ 6 കോർ 12 ത്രെഡ് വരുന്ന ഒരു പ്രൊസറാണ്. നിങ്ങൾക്ക് 36ന് പകരം ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. പക്ഷേ എല്ലായിടത്തും ഈ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഗൂഗിളിൽ നോക്കിയാലും മാക്സിമം നമുക്ക് കിട്ടാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പലയിടത്തും അവൈലബിലിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു കാര്യം കൂടെ, ഇത് ബാക്കി എല്ലാ സീരീസും 3000 ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, എല്ലാ പ്രോസസ്സസും ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. അതായത് കൺസ്യൂമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിങ്ങിൽ കൂളറും ഉൾപ്പെടെ എല്ലായിട്ടും ഒരു പാക്കിലാണ് വരുന്നത്. എന്നാൽ 4000 സീരീസിൽ ഈ രണ്ട് APU വരുന്നത് ആക്ച്വലി റാക്കിലാണ്. രണ്ട് ചെറിയ റാക്ക് മാത്രമേ ഉള്ളൂ, പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൺസ്യൂമർ ഗ്രേഡ് അല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഈ പ്രോസസ്സ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റാതെ പോയതും സൈറ്റുകളിൽ പലതിലും ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ. ഇതെല്ലാം നമുക്ക് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഈ പറയുന്ന പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു ടെക് യൂട്യൂബറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ്ലി ഇതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളെ പറ്റി ഒരാൾ പറയുന്നത് കേട്ട് ഒരിക്കലും നിങ്ങൾ അതൊരു ബിലീഫായിട്ട് എടുക്കരുത്. ഇത് എൻ്റെ ഒരു എന്താ പറയുക ഒരു അഡ്വൈസാണ് നിങ്ങളോട്. പല പിള്ളേരുണ്ട് ഒരു എന്താ പറയുക ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലാതെ. അപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ പറയുകയാണ് ഇത് AMD കൊള്ളില്ല, ഇൻ്റലാണ് കൊള്ളാവുന്നത്, അതിങ്ങനെയാണ് അതങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ പറയാൻ അതിൻ്റെ വാസ്തവം എന്താണെന്ന് നിങ്ങളായിട്ട് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചിലപ്പോൾ എല്ലാത്തിനും നമുക്ക് കിട്ടണമെന്നില്ല. എന്നിരുന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് തന്നെ ഈ വീഡിയോസിന്റെ അഡ്വൈസസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സ് ഉണ്ട്. ലൈനക്സ് ടെക് ടിപ്സ്, സ്റ്റീവ്, അതേപോലെ തന്നെ ഗെയിമർ എക്സസ് എല്ലാം നിങ്ങൾക്ക് J2 സെൻസ് എന്നീ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അവരുടെയൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് അതിന്റെ ബെഞ്ച് മാർക്കും എന്തുകൊണ്ട് അവർ AMD പ്രിഫർ ചെയ്യുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, I mean 2021 എന്നീ കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ട് പറയുന്ന പല പല വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരുടെ വീഡിയോയിലും ഇല്ലാത്തൊരു കാര്യമാണ് ഏത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും നോക്കരുത്, ഉപയോഗിച്ച് നോക്കുക. ഒരു ഗെയിമറാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 3000 സെക്കൻഡ് ജനറേഷൻ 2000 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്റൽ റെഫർ ചെയ്യും. കാരണം വളരെ കുറച്ച് FPS കൂടുതലാണെങ്കിലും FPS ചെറിയ 2-3 FPS കൗണ്ടബിൾ ആണ്. പക്ഷേ 5000 സീരീസ് വെച്ച് ഇന്റൽ എന്നല്ല, വേറെ ഇന്റലിനല്ലാതെ വേറൊരു മൊണോപ്പൊളി ഇല്ല നമുക്ക്. ഇപ്പം ഇന്റലും AMD ആണ് കോമ്പിനേഷൻ വരുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഇന്റൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനി അടുത്ത 11th ജനറേഷൻ ഇറക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത് എന്നുള്ളത് ടൈഗർ ലേക്ക് എന്ന് പറയുന്ന പ്രൊസസ്സറിൻ്റെ ലോഞ്ചിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് വിസിബിളായി തുടങ്ങും. വേറൊന്നുമല്ല, 11th ജനറേഷൻ്റെ കുറേ ലീക്സ് ഇറങ്ങിയതിൽ പെർഫോമൻസ് 10നെക്കാട്ടിലും കുറവാണ് എന്ന കുറേ കാര്യങ്ങൾ ലീക്കുകളായിട്ട് വരുന്നുണ്ട്. എത്രമാത്രം വാസ്തവമാണെന്ന് അറിയില്ല. അതുകൂടാതെ 11th ജനറേഷൻ്റെ കോഴ്സ്, അതായത് i9 11th ജനറേഷൻ ടൈഗർ ലേക്കിൻ്റെ കോറ് 10th ജനറേഷനെക്കാളും 2 കോറ് കുറവാക്കിയാണ് അവർ ഇറക്കിയെന്നാണ് പറയുന്നത്. ഈ സ്റ്റിൽ ദെയർ എന്താ പറയുക, അവർ ഇതുവരെ 7nm 10nm ആക്കിയിട്ടില്ല. പഴയ 14nm ആർക്കിടെക്ചർ തന്നെയാണ് ഇപ്പോഴും മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ AMD സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ബിയോണ്ട് 7nm എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും ആക്ച്വലി നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ചാർട്ടിങ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് സെൻറ്റർ നോക്കുക. പലയിടത്തും പോയി കഴിഞ്ഞാൽ അവരവരെ പേഴ്സണൽ എക്സ്പീരിയൻസിനെക്കാട്ടിലും ഒരു എക്സ്പീരിയൻസ് സിസ്റ്റമോ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന ആൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സമീപിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, പലരും സിസ്റ്റം മെയിൻ്റെനൻസ് നോക്കാതെ ജസ്റ്റ് അതിനൊന്ന് ഒരു ടേക്ക് കെയറും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മേ ബി ഈ അപ്പോൾ ഡസ്റ്റ് കാരണം തെർമൽ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ പെർഫോമൻസ് ഡ്രോപ്പ് കാണാറുണ്ട്. അതുകൊണ്ട് മിനിമം ഒരു 6 to 7 months കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. സിസ്റ്റം റെഗുലർലി സർവീസ് ചെയ്ത് ഉപയോഗിക്കുക. യാതൊരു രീതിയിലും നിങ്ങൾക്ക് പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടാകില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി അഷുറൻസ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് കേട്ട് നിങ്ങൾ ബിലീഫ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഞാൻ ഇത്രയും കാലം ഞങ്ങൾ ബിൽഡ് ചെയ്ത് ഉപയോഗിച്ച ഒരു ഫീൽഡ് AMD ഉണ്ട്, ഇന്റലും ഉണ്ട്. രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു വാല്യൂ നോക്കുകയായിരുന്നെങ്കിൽ നമുക്ക് AMD തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പലരുടെയും ചോദ്യം ആയിരുന്നു ഇത് അതാണോ ഇതാണോ എന്നുള്ളത്. അപ്പം പലർക്കും ഞാൻ ഓഡിയോ അയച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു ലൈവ് വീഡിയോ ആയിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിൽ ഇത്രയും പേരെ കണ്ടിരുന്നതിൽ വളരെ ബിഗ് സല്യൂട്ട് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യുക. ഗിവ് us എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.